ഹായ് ഗായ്സ്, അപ്പോൾ ഇളയമ്മയുടെ വീട്ടിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് ദിവമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൊലായിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടുത്തെ രണ്ടാളെയും കൂടെ കാണിച്ചു തരാം. ഇതാണ് ജൂലിയും ടെസ്സിയും. എന്നെ കണ്ടപാടും കുറയ്ക്കാൻ തുടങ്ങിയതാ, ഇതുവരെ നിർത്തിയിട്ടില്ല. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പുന്നാര കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഒരുങ്ങി സുന്ദരിയായി വന്ന ദിവമോളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. അതിനുശേഷമാണ് ഞാൻ ചായ കുടിക്കാൻ നിന്നത്. അങ്ങനെ ഞാനും പുന്നാരയും കൂടി ഇരുന്ന് കട്ടനും അതുപോലെ തന്നെ മിക്സറൊക്കെ അകത്താക്കി നല്ല കട്ട ചൂടിലിരുന്ന് നല്ല ചൂടുള്ള കട്ടൻ ചായ ഊതി ഊതി കുടിക്കുകയാണ് ഞങ്ങൾ കേട്ടോ. എന്താലേ ചൂട്, രാത്രി ഉറങ്ങാനും പറ്റുന്നില്ല, രാവിലെ പുറത്തിറങ്ങാനും പറ്റുന്നില്ല. ഇപ്പോൾ രാത്രിയിലുള്ള കറണ്ട് പോക്കും കൂടെ ആകുമ്പോൾ ശുഭം. പിറന്നാൾ സ്പെഷ്യലായിട്ട് മന്തിയാണ് സെറ്റാക്കുന്നത്. അങ്ങനെ ചിക്കനിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് മുത്തം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ റൈസ് എല്ലാം അടുപ്പത്താവുന്നുണ്ട്. അങ്ങനെ അതേ ദിവമോള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാട്ടെല്ലാം പാടി കേക്കെല്ലാം കട്ട് ചെയ്തു. ദിവമോൾക്കും കേക്ക് വെച്ചു കൊടുത്തു. ദിവമോൾ എല്ലാവർക്കും കേക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവളുടെ അമ്മാമ്മയ്ക്കും അപ്പാപ്പനെല്ലാം കേക്കൊക്കെ കൊടുത്തു. അതിനുശേഷം ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞുവിൻ്റെ അപ്പൂൻ്റെ വകയും ഗിഫ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ കുഞ്ഞു അപ്പും കൂടെ കൊടുത്തത് ഒരു കപ്പാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയൊരു കപ്പാണ് കൊടുത്തത്. പിന്നെ ഈ ഡ്രസ്സ് നമ്മളുടെ ദിവമോളുടെ അമ്മാമ്മ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ അവളുടെ മാമൻ ദേ നല്ല അടിപൊളി ചെരുപ്പും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തത്തമ്മയും ഇവിടുത്തെ ആളാണ്. അങ്ങനെ നല്ല അടിപൊളി മന്തിയും കഴിച്ച് നമ്മുടെ പിറന്നാളാഘോഷം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. പറ്ററ്റാ.